അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താ പരിപാടി എന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. UK ഈ വർഷം, അടുത്ത വർഷം, ഇനി വരാനുള്ള ഏത് വർഷവും പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പാക്കേജിൽ പാക്ക് ചെയ്യാം. ഇപ്പോൾ തന്നെ സെപ്റ്റംബർ ജാൻ ഇൻടേക്കിലേക്കൊക്കെ പെട്ടിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലായിട്ട് പോവാം. സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്ലോത്ത്സിലോട്ടാണ് ഞാൻ പോകുന്നത്. സമ്മർ ആൻഡ് വിൻ്റർ വെയേഴ്സ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. സെപ്റ്റംബർ ആൻഡ് ജാൻ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വിൻ്റർ വെയേഴ്സിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. സമ്മർ വെയേഴ്സ് നമുക്ക് പിന്നീട് ഇവിടെ വന്നിട്ടും എടുക്കാവുന്നതാണ്. എന്തായാലും ഫുൾ ടീഷർട്ട്സ്, നമ്മുടെ ഈ പഞ്ഞി പോലത്തെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുക. വിൻ്റർ സോക്സ്, ഗ്ലൗസ്, ക്യാപ്പ് അതെന്തായാലും 1-2 പെയേഴ്സ് വയ്ക്കുക. ജനുവരി ഇൻടേക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും 1-2-3 പെയേഴ്സ് വയ്ക്കുക, മറക്കരുത്. ക്യാപ്പും കൊണ്ടുവരിക കേട്ടോ, അത് എന്തായാലും ആവശ്യം വരും. പിന്നെ ഒരു നല്ലൊരു ജാക്കറ്റ്, ബ്രാൻഡഡ് ആയിട്ടുള്ളത്, തണുപ്പ് സമയത്ത് ഇടാൻ പറ്റിയ ജാക്കറ്റ്. ഇവിടെ വന്നിട്ട് നമുക്ക് വലിയ ജാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും. എന്നാലും തൽക്കാലം വന്നിട്ട് നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ജീൻസ് 3-4 ജീൻസ് എടുക്കുക, 3-4 അല്ലെങ്കിലും 2-3 ജീൻസ് എടുക്കുക. നൈറ്റ് വെയേഴ്സൊക്കെ തണുപ്പ് സമയത്ത് ഇടാൻ പറ്റുന്ന പോലത്തെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എടുക്കുക. പിന്നെ ഇന്നേഴ്സും നിങ്ങളുടെ പേഴ്സണലായിട്ട് ടവൽസും കാര്യങ്ങളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ എടുക്കണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റും പില്ലോസും ഒന്നും എടുക്കണ്ട. ഒരു നൈസായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. സോ 2-3 പെയർസ് ഓഫ് ഷൂസും വീടിനകത്തൊക്കെ നമ്മൾ ഇടാറുള്ള സ്ലിപ്പേഴ്സില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് വയ്ക്കുക. അപ്പോൾ ക്ലോത്തിങ്സിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാനായിട്ട്. നമുക്കിനി നെക്സ്റ്റ് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഐറ്റംസ്, എസ്പെഷ്യലി നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ലാപ്ടോപ്പ്, മൊബൈൽ ചാർജേഴ്സ്, ഹെഡ്സെറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ലഗേജിൽ ഇടരുത്. എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ലഗേജിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. പവർ ബാങ്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിക്കാം കേട്ടോ. ഹെഡ്സെറ്റ്, പവർ ബാങ്ക്, ചാർജർ, ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആ ബാഗിൽ വെക്കുക. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ക്വയേർഡ് പിന്നാണ് നമുക്ക് വേണ്ടത്. സർക്കിൾ പിൻസ് ഇവിടെ ഒന്നിലും ഇല്ല. അപ്പോൾ ഞാനിത് ഒന്നേ കൊണ്ടുവന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ 2 മിനിമം വാങ്ങിക്കുക. എന്തായാലും ഒരു 200-300 റേഞ്ചിലാണ് ഇവർ, അത് നോക്കണ്ട. ഇവിടെ വന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ. ഹെയർ ഡ്രയറൊക്കെ നിങ്ങൾ നാട്ടിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ലഗേജിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഡ്രയർ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. കാരണം വിൻ്റർ ടൈമിലൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്കത് ഡ്രൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, സ്കിൻ കെയർ പ്രൊഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. അല്ലാതെ എല്ലാതും കുറേ വാങ്ങി കൂട്ടിയിട്ട് വരാൻ നിൽക്കണ്ട. ഇവിടെ വന്നാൽ നമുക്ക് നാട്ടിലത്തെ പ്രൈസുമായിട്ട് കമ്പയറബിൾ ആയിട്ട് തന്നെ കിട്ടും. ഫേസ് വാഷ്, സൺസ്ക്രീൻ, ഇതെല്ലാം ഓരോ ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടുന്ന് യൂസ് ചെയ്ത് തീരാറാകുമ്പോൾ നമുക്ക് പിന്നീട് ഇവിടുത്തെ പ്രൊഡക്ട്സൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് കോമൺ ആയിട്ട് പിന്നീട് വേറെ യൂസ് ചെയ്യാം. സോപ്പും ഡിഷ് വാഷർ, ലിക്വിഡൊന്നും വെറുതെ 2-3 കൊണ്ടുവരാൻ നിൽക്കണ്ട. സോപ്പൊക്കെ ഒന്ന് കൊണ്ടുവരിക. ബാക്കി ഇവിടുന്ന് ബോഡി വാഷ് നമുക്ക് വാങ്ങിക്കുക. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റിന് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. അതേപോലെ ഷാമ്പൂ, കണ്ടീഷണറൊക്കെ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇത്രയാണ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രൊഡക്ട്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് മെഡിസിൻസിൽ എല്ലാ മെഡിസിൻസും വാങ്ങിക്കുക. ഒരു 3-4 സ്ട്രിപ്സ് വാങ്ങിച്ച് വയ്ക്കുക. എസ്പെഷ്യലി പാരസെറ്റമോൾ, ഡോളോ, തലവേദന, വയറുവേദന, എന്താ പറയുക, ഛർദി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിസിൻസും വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതും മറക്കരുത്. പിന്നെ പീരീഡ്സ് സമയത്തൊക്കെ വയറുവേദന വരുമ്പോൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതും ആഡ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളാണ്. കുക്കർ, ദോശക്കല്ല്, ചായപാത്രം, കടുകും മുളകും പൊട്ടിക്കുന്ന കുഞ്ഞ് താവയില്ലേ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പ്ലേറ്റും ഗ്ലാസും അതൊന്നും കൂടുതൽ എടുത്തുകൊണ്ട് വരണ്ട. ഇവിടെ ഓവൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ഐറ്റംസ് അതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റില്ല. ഇൻ കേസ് കുപ്പിയുടെ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുപ്പി, പ്ലേറ്റ്, അതേപോലെ ഗ്ലാസ്, കപ്പ്, മഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോന്ന് വീതം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത്. കറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പാത്രം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് 1-2 ആഡ് ചെയ്യുക. അരിപ്പയൊക്കെ ചായയൊക്കെ അരിക്കാൻ, അപ്പോൾ അതൊക്കെ കൊണ്ടുവരാം. ഞാൻ മസാലപ്പൊടികളാണ്, എല്ലാ തരത്തിലുള്ള മസാലപ്പൊടികളും, എസ്പെഷ്യലി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, രസപ്പൊടി, കുരുമുളക് പൊടി, ഇത്തരം പൊടികളെല്ലാം നിങ്ങൾ 3-4 പാക്കറ്റ് ആഡ് ചെയ്യുക. പിന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 100 ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റ് വെച്ചാൽ മതി. ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലത് കിട്ടും. പിന്നെ പഞ്ചസാര, ഉപ്പൊക്കെ കുറച്ച് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നത്. അപ്പോൾ ഇത്രയാണ് പൊടികളുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പപ്പടം, അച്ചാർ, കൊണ്ടാട്ടം, എന്താ പറയുക, മുളക്, ഇത്തരം സംഭവങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സ്നാക്സ് കാര്യങ്ങൾ, ചിപ്സ്, മിക്സറൊക്കെ കുറച്ച് വന്നതും നമുക്ക് നാട്ടിൽ ഓർമ്മകളൊക്കെ അയവർക്കാൻ കൊണ്ടുവരാവുന്നതാണ്. കഴിക്കാൻ നല്ലതായിരിക്കുമല്ലോ, തണുപ്പത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് കഴിക്കാൻ. ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടുവരാം. ഇവിടുന്ന് വാങ്ങിക്കാൻ നല്ല റേറ്റാണ്. 1 ലിറ്റർ കൊണ്ടുവന്നാൽ നല്ലത്. നല്ലോണം ടൈ ചെയ്യുക. പ്രത്യേകം പറയണം, എല്ലാം നല്ലോണം ടൈ ചെയ്യുക. ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ ഫുൾ
കുഴമ്പാവും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മിക്സിയാണ്. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ വന്ന് നമുക്ക് എപ്പോഴും മാവ് വാങ്ങിക്കാമെന്ന് പറയുന്നത് അത്ര നടക്കണ കാര്യമല്ല. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്ര നല്ലതുമല്ല. സോ മിക്സി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരും. അതോ ഇവിടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണ്ട. ദെൻ ചൂടൊക്കെ നിൽക്കാൻ പറ്റുന്ന ഫ്ലാസ്ക് വിൻ്റർ ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യമാണ് കേട്ടോ. ഇത്രയാണ് കിച്ചൺ കാര്യങ്ങളിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ്, എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്കാൻഡ് കോപ്പീസ് കയ്യിൽ വയ്ക്കുക. ഗ്യാസ്, പാസ്പോർട്ട്, ആധാർ, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സ്, റെസ്യൂം, അതിൻ്റെയൊക്കെ ഒരു 2 കോപ്പി വീതം വയ്ക്കുക. നോട്ട്ബുക്സും പെന്നൊന്നും വെറുതെ അധികം എടുത്തുകൊണ്ട് വരണ്ട. പിന്നെ ഓരോ കോഴ്സിനനുസരിച്ചിട്ട് അത് വ്യത്യാസമുണ്ടാവും. ഒന്ന് കൊണ്ടുവരിക, ബാക്കി പിന്നെ ഇവിടെ വന്നിട്ട് നോക്കാമെന്നുള്ള രീതി. സിമ്മും വെക്കാൻ മറക്കണ്ട. സിമ്മ് നിങ്ങൾ ഫോണിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെയിറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട്. എല്ലാം വെയിറ്റ് നോക്കി വെയിറ്റൊക്കെ കൃത്യമാക്കിയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടെൻഷൻ ആയിരിക്കും എയർപോർട്ടിൽ കയറുമ്പോൾ. നമ്മൾ തനിച്ചാണ് പോകുന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അകത്ത് കയറി കഴിഞ്ഞാൽ റാപ്പ് ചെയ്യുക, പൈസ നോക്കേണ്ട ആ സമയത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലഗേജ് ഇതേപോലെ പൊട്ടിയിട്ടാണ് കേട്ടോ കിട്ടിയത്. UK എത്തി നമ്മൾ എയർപോർട്ടിൽ നോക്കുമ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാപ്പ് ചെയ്തു, എന്തോ ഭാഗ്യം കൊണ്ട്. അതുകൊണ്ട് എൻ്റെ ലഗേജിനൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ റാപ്പ് ചെയ്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഹാൻഡ് ലഗേജ് റാപ്പ് ചെയ്യണമെന്നില്ല, മറ്റേ 2 ലഗേജും റാപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാപ്പി ജേണി. എല്ലാവരും സന്തോഷത്തോടെ വരിക. ഇവിടെ വന്ന് എല്ലാം ശരിയാവുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് വരിക. ഇങ്ങോട്ട് വരാൻ റെഡിയായി നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ വന്ന് നമുക്ക് സൂപ്പറാക്കാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ എൻക്വയറി ചെയ്യാവുന്നതാണ്. ഞാൻ ലണ്ടനിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഇമെയിൽ ID അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ജേണി. ബൈ ബൈ.